ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മളെ കയ്യിലിട്ടോ ഒരു പൊട്ടിയ വേസ്റ്റ് ബക്കറ്റ് കേട്ടോ. നമ്മൾ വേസ്റ്റൊക്കെ ഇടുന്നതാണ്, അതൊരു പൊട്ടിയതാണ്, നമ്മൾ ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യാൻ, നമുക്ക് അതിലേക്ക് കുറച്ച് 10 മണിച്ചെടികൾ നട്ടുപിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ കുറച്ച് മണ്ണ് ഇതവിടെ ഓൾറെഡി ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അതെന്താ വെച്ചാൽ നമുക്ക് അവിടെ മതിലിടിഞ്ഞിനെ, അപ്പോൾ മതിലിടിഞ്ഞതിന് കുറച്ച് മണ്ണുണ്ടായിന്, അവിടുന്ന് മാറ്റിയിട്ടുണ്ടേനി. അപ്പം ഞാനത് ആ മണ്ണ് ഇങ്ങോട്ട് മാറ്റി ഇവിടെ മുറ്റത്തേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ കുറച്ച് ചെടികളൊക്കെ നടാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നല്ല മണ്ണ് കേട്ടോ. അപ്പം നമ്മളെ പൊട്ടിയ ഈ ബക്കറ്റിലേക്ക് ഇതുപോലെ ഇങ്ങോട്ട് മണ്ണ് നിറച്ച് കൊടുക്കുക. പിന്നെ ഈ ചെടീനെ എങ്ങനെ കുഴിച്ചിട്ടാലും വേഗം ഉണ്ടാവുന്നതാണല്ലോ. അപ്പം മണ്ണിങ്ങനെ നിറച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ പിന്നെ ഈ ചെടി നടുമ്പോൾ എങ്ങനെ നട്ടു കൊടുത്താലും വേഗം ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ കരിയിലൊന്നും ഇട്ടില്ല കേട്ടോ, ഇലകളൊന്നും അടിയിലിട്ടില്ല. ഞാനിത് മണ്ണ് തന്നെ അത്യാവശ്യം നമ്മളെ കയ്യിലുണ്ടായപ്പോൾ മണ്ണ് തന്നെ അങ്ങോട്ട് ഇടാൻ വിചാരിച്ചു. പിന്നെ ആദ്യം നമുക്ക് മണ്ണ് കുറവായതുകൊണ്ട് ഇലയൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലോണം കരിയിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മണ്ണ് നിറക്കേണ്ടത്. ഇനി നമ്മൾ നടാൻ വെച്ച 10 മണിച്ചെടികളാട്ടോ, ഇതാണ് കേട്ടോ നമ്മൾ നടുന്നത്. ഇനി അതൊക്കെ പെട്ടെന്ന് വേഗം പിടിക്കുമല്ലോ. അപ്പോൾ എന്ത് കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യും, വേസ്റ്റ് ഒഴിവാക്കിയ പാത്രങ്ങളും പൊട്ടി പാത്രങ്ങളിലൊക്കെ നടും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് കിട്ടുമ്പോൾ ഞാൻ വേഗം തന്നെ നട്ട് പിടിപ്പിച്ച് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലോ വീട്ടുമുറ്റത്തൊരു നല്ലൊരു 10 മണിച്ചെടി ഗാർഡനൊക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ 8 മണി 10 മണിയാണ് സമയത്ത് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് നിറയെ പൂവുകളിട്ട് ഇങ്ങനെ കാണാൻ എന്ത് ഭംഗിയാണേ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഓരോ പൊട്ടിയ പാത്രങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ഒഴിവാക്കൂല കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ട് പിടിപ്പിക്കും. ഇനി ഇതിൻ്റെ ഇവിടെ ഉള്ള ഹോൾസിലൊക്കെ ഇതുപോലെ ഓരോന്ന് അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഉണ്ടായാൽ നല്ലൊരു ഭംഗിയാണ്. പിന്നെ അപ്പോൾ നമ്മൾ ഈ പൊട്ടിയത് പാത്രമാണോ ഏതാണെന്നുള്ളതൊന്നും അവിടെ കാണില്ല, നിറയെ പൂവുകൾ എന്നിട്ട് വിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി. അപ്പം ഞാൻ എന്ത് കിട്ടിയാലും ഒഴിവാക്കുകയല്ല, സാധാരണ ഇങ്ങനത്തെയൊക്കെ ഓരോന്ന് നട്ട് പിടിപ്പിക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതിലേക്കായിട്ട് നട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കൊക്കെ റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം ചൂടിന് കുറേ ആശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മഴ പെയ്യുന്നതുകൊണ്ട് നല്ലൊരു സമാധാനമുണ്ട് കേട്ടോ. എന്നാലും രാവിലെയൊക്കെ നല്ല ചൂട് തന്നെ കേട്ടോ. ഒന്ന് മഴ പെയ്യുന്ന സമയത്തൊന്ന് തണുക്കും, പിന്നെ അങ്ങോട്ട് ചൂട് തന്നെ തുടങ്ങും കേട്ടോ. അതാ നമ്മളെ വിഷയങ്ങൾ മാറിയിട്ടോ, അതിൻ്റെ ഇടയിൽ നമ്മളെ ചെടിയൊക്കെ നടണതിൻ്റെ ഇടയിൽ നമ്മുടെ വിഷയങ്ങൾ മാറിപ്പോയിട്ടോ. ഞാനിപ്പോൾ ഈ ഹോൾസിലൂടെ ഒക്കെ ഈ തുളകളിലൂടെ ഒക്കെ ഇങ്ങനെ ചെടികൾ വെച്ച് കൊടുക്കുക കേട്ടോ. അത് പെട്ടെന്ന് പിടിക്കുമല്ലോ. അപ്പം നമ്മളെ കയ്യിലുള്ളിടത്തോളം നമുക്കിങ്ങനെ നട്ടു കൊടുക്കുക. പിന്നെ നമുക്ക് ഇനിയും കിട്ടുമ്പോൾ മറ്റേമൊന്നൊക്കെ തണ്ട് പൊട്ടിക്കാനാണ് സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇനിയും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചതാട്ടോ. അപ്പോൾ ഉള്ളതൊക്കെ ഇപ്പം ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് കുറേ ഓർഡറുകൾ കിട്ടിയിരുന്നു കേട്ടോ. ചെടി നമ്മളിങ്ങനെ 10 മണി ചെടികൾ വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ ഓർഡർ കിട്ടിയിരുന്നു. അൽഹംദുലില്ലാഹ് അതും ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മൾ ആ ഓർഡർ കിട്ടിയ ആൾക്കാർക്കൊക്കെ നമുക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ വിട്ടുന്നവർക്ക് നമ്മൾ എത്തിച്ച് കൊടുത്തുന്നു കേട്ടോ, വേണമെന്ന് പറഞ്ഞവർക്ക് കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ വേണമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലാതെ പിന്നെ ഒരു അഡ്രസ്സും കാര്യങ്ങളൊന്നും വിട്ടരാത്തതുകൊണ്ട് നമ്മൾ ഞങ്ങൾക്ക് അയച്ചു കൊടുത്തില്ല. എങ്ങോട്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ അയക്കൽ. അപ്പോൾ അഡ്രസ്സും കാര്യങ്ങളും നമ്മൾ അയക്കണതിൻ്റെ ചാർജ് എത്രയെന്നുള്ളത് അതൊക്കെ പറഞ്ഞു തരണതാട്ടോ. വേണ്ടൊരു വാട്സപ്പിൽ കമൻ്റായിട്ട് അറിയിക്കട്ടോ. വേണ്ടില്ല ഇതുപോലെതാ ഇനി മുകൾ ഭാഗത്തൂടെയും കുറച്ചുകൂടി നടട്ടോ. നമ്മളെ കയ്യിലുള്ളതൊക്കെ ഒന്ന് മുകൾ ഭാഗത്തും നട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി ആ ഹോൾസുകൾ ഇനിയും കുറേ ഉണ്ട് കേട്ടോ. അതിലേക്കൊക്കെ നടാൻ നമുക്ക് ഇനി ഓരോന്നും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതൊരു പ്രത്യേക ടൈപ്പ് 10 മണിച്ചെടി കേട്ടോ നമ്മളെ കയ്യിലുള്ളത്. ഇതിപ്പോൾ ഇന്നലെ കിട്ടിയതാണ് എനിക്ക്, നമ്മളെ കയ്യിലില്ലാത്തൊരു കളറുകളാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നടാനും പാത്രം ഇപ്പോൾ ഏതാണെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനത്തെ ഒരു വേസ്റ്റ് ബക്കറ്റ് ഇങ്ങനെ കിട്ടിയത് കേട്ടോ. പൊട്ടിയത് നമ്മൾ ഒഴിവാക്കിയതേനെ കേട്ടോ. അപ്പോൾ അതിലേക്കായിട്ട് നടാമെന്ന് വിചാരിച്ച്. എന്ത് കിട്ടിയാലും ഒഴിവാക്കണ്ടല്ലോ, അതുപോലെക്കാട്ട് നട്ട് ഒരു നല്ലൊരു ഭംഗിയാണ്. ഇതുപോലൊക്കെ നടുന്നവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കട്ടോ. നമ്മളിപ്പോൾ വീടിൻ്റെ മുറ്റത്ത് കാര്യമായിട്ടുള്ളൊരു ചെടി പറഞ്ഞാൽ ഇപ്പോൾ ഇത് തന്നെ കേട്ടോ. ഇതാണ് നമുക്ക് കൂടുതലായിട്ട് ഓർഡറും കിട്ടുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് ഈ 10 മണിച്ചെടി. ഒരു റോസാപ്പൂവൊക്കെ ഉണ്ടല്ലോ, അതേ പൂവിൻ്റെയൊക്കെ അതേ കളറിലുള്ള നല്ല നല്ല 10 മണിച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അതേ വലുപ്പത്തിലുള്ളതൊക്കെ ഇപ്പോൾ ഒരുവിധം കളറുകളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ കിട്ടീന് കേട്ടോ. ഒരുപാട് സ്ഥലത്തു നിന്ന് ഇങ്ങനെ എനിക്ക് കിട്ടീനെ. ഇത് ഇപ്പം നടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു ഭംഗിയില്ല കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ഇതിങ്ങനെ ഉണ്ടായി പൂവിട്ട് നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒക്കെ ഒരു ഭംഗി കേട്ടോ, കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതുപോലൊക്കെയാണ് നട്ട് പിടിപ്പിക്കൽ. എന്ത് കിട്ടിയാലും ഒഴിവാക്കുകയല്ല, ഇതുപോലത്തെ എല്ലാ പാത്രത്തിലേക്കൊക്കെ നട്ട് പിടിപ്പിക്കും. പിന്നെ
നിങ്ങളൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടേ. പിന്നെ ഇതിൽ നമുക്ക് പച്ചക്കറിയൊക്കെ നടട്ടോ. പിന്നെ ഞാനത് വലിയൊരു വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് നടാൻ വിചാരിച്ച്. അപ്പം നമുക്കിത് നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് എവിടെ വെക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ നമ്മളെ വീടിൻ്റെ മുൻഭാഗത്തേക്ക് തന്നെ അത് കൊണ്ടുപോയി വെക്കുന്നത്. ഇവിടെ നിന്ന് വെക്കട്ടെ. അത് നല്ലോണം പിടിച്ച് വന്നിട്ട് നമുക്ക് ഇനി സ്ഥലം വേറെ മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെക്കും ചെയ്യട്ടോ. പിന്നെ ഞാൻ പൂച്ചനെ കടത്തുന്ന അതിൽ ഇന്ന് ഇവിടെ വെക്കും, നാളെ വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കും. അങ്ങനെ എൻ്റെ ഒരു കാര്യം കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഓക്കെ.